ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. ഇന്ന് ദില്ലി ദാലിയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് MD സുരേഷ് ബാബുവാണ്. സുരേഷ് ബാബുവിനാണ് കേരള കലാമണ്ഡലത്തിന്റെ ഇക്കൊല്ലത്തെ MKK നായർ അവാർഡ് ലഭിച്ചത്. ആദ്യമായി ദില്ലി ദാലിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയും വ്യക്തിപരമായി എൻ്റെ പേരിലും സുരേഷ് ബാബുവിനുള്ള അഭിനന്ദനങ്ങൾ ഞാൻ നൽകുകയാണ്. സന്തോഷം, നന്ദി. കോട്ടയത്ത് കളിയരങ്ങിന്റെ പ്രമുഖ സംഘാടകനാണ് സുരേഷ് ബാബു. കളിയരങ്ങ് കോട്ടയം നിവാസികൾക്ക് അറിയാവുന്നതാണ്. കോട്ടയത്തെ ഏറ്റവും പഴക്കം ചെന്ന കഥകളി ക്ലബാണ് കോട്ടയത്തെ കളിയരങ്ങ്. ഈ കളിയരങ്ങിന്റെ എൻ്റെ ധാരണ ശരിയാണെങ്കിൽ 2022 മുതൽ സുരേഷ് ബാബു കളിയരങ്ങിന്റെ ഭാരവാഹിയാണ്. ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ സ്കൂളിന്റെ അതായത് 9ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് മുതൽ കോട്ടയം നഗരം ഞാൻ വിടുന്നത് 1984 അവസാനമാണ്. അതുവരെ സ്ഥിരമായി കഥകളി കണ്ടുകൊണ്ടിരുന്ന കളി അരങ്ങാണ് ഈ കോട്ടയത്തെ കളിയരങ്ങ്. എൻ്റെ ലാവണ്യ ബോധങ്ങളെ രൂപപ്പെടുത്തിയതിൽ വലിയ പങ്കുള്ള കഥകളി ക്ലബ്ബാണ് കോട്ടയത്തെ കളിയരങ്ങ്. ഈ കളിയരങ്ങിന്റെ സംഘാടകൻ എന്നുള്ള രീതിയിൽ ഏറ്റവും നല്ല കഥകളി ക്ലബ്ബുകൾ സംഘടിപ്പിക്കുന്ന കഥകളി സംഘാടനത്തിനുള്ള അവാർഡാണ് MKK നായർ അവാർഡ്. ആ അവാർഡാണ് സുരേഷ് ബാബുവിനെ തേടി എത്തിയിരിക്കുന്നത്. ആദ്യമായി സുരേഷ് ബാബുവിനോട് ഇനിയുള്ള ചോദ്യം, MKK നായരെ കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. MKK നായരെ കണ്ടിട്ടില്ല, പക്ഷെ കണ്ട പോലെ മനസ്സിൽ പതിഞ്ഞ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ആത്മകഥ വായിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ പറ്റി വളരെയേറെ കഥകളിക്കാരിൽ നിന്നും, പ്രത്യേകിച്ച് ഹൈദരാലിയിൽ നിന്നൊക്കെ എത്ര ബഹുമാനത്തോടെയാണ് അദ്ദേഹമൊക്കെ MKK നായരെ കണ്ടിരുന്നത് എന്ന് ഹൈദരാലിയുടെ കണ്ണുകളിൽ കൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത്രത്തോളം ഈ കഥകളിക്ക് വേണ്ടി ആത്മാർപ്പണം നടത്തിയ ഒരു വ്യക്തിയുടെ പേരിലുള്ള അവാർഡാണ് എന്നതുകൊണ്ടാണ് എനിക്ക് ഇതിലേറെ ആഹ്ലാദമുള്ളത്. പ്രത്യേകിച്ച് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞോളൂ. കളിയരങ്ങ് ആരംഭിച്ചത് 74-ലാണ്. അന്ന് വള്ളം ചന്ദ്രൻ ചേട്ടനാണ് ഇതിന്റെ സ്ഥാപകൻ. അദ്ദേഹമായിരുന്നു 30 വർഷം ഈ കളിയരങ്ങ് കൊണ്ടു നടന്നത്. ഞാൻ 84 മുതൽ ഇതിന്റെ നിർവാഹക സമിതിയിലെ അംഗമാണ്. 22-ലാണ് അതിന്റെ സെക്രട്ടറി ആയി ചുമതലയേറ്റത് എന്നതാണ് ശരി. ചന്ദ്രചേട്ടനാണ് ഇപ്പോഴും ഞങ്ങളുടെ ഒരു ഊർജം. ഇതിന്റെ പിന്നിൽ ഇപ്പോഴും ചന്ദ്രചേട്ടനുണ്ട്. ചന്ദ്രചേട്ടനെ കുറിച്ച് പറയാൻ കഥകളി പ്രണയികൾക്ക് 100 നാവുകൾ എപ്പോഴും ഉണ്ടാകും. കോട്ടയത്തെ കഥകളി പ്രണയികൾക്ക് എന്റെ ആദ്യത്തെ ഓർമ്മ, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കളിയരങ്ങ് തുടങ്ങുന്നത് കോട്ടയത്ത്. എന്റെ ഒരു ആദ്യത്തെ ഓർമ്മ കഥകളി കാണുവാൻ കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ മുൻനിരയിൽ EMS നമ്പൂതിരിപ്പാട് ഇരിക്കുന്ന ഒരു രംഗം എന്റെ മനസ്സിലുണ്ട്. EMS, TK രാമകൃഷ്ണൻ, നായനാര് ഒക്കെ ഇവിടെ കളി കാണാൻ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുണ്ട്. TK രാമകൃഷ്ണൻ അദ്ദേഹം വരുന്നത് ഞാനും പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതെ, പള്ളം ചന്ദ്രൻ ചേട്ടൻ തുടങ്ങി വെച്ച ആ വഴിയിൽ ഈ പുതിയ കാലത്ത് നവീകരിക്കപ്പെട്ട കളിയരങ്ങായിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ കോട്ടയത്ത് വല്ലപ്പോഴും ഒക്കെ വരുമ്പോഴെല്ലാം കളിയരങ്ങിന്റെ കളിയുള്ള സമയത്ത് ഞാൻ വന്ന് കാണാറുണ്ട്. കോട്ടയത്തെ കളിയരങ്ങിന്റെ ചരിത്രം സുദീർഘമായ ഒരു ചരിത്രമാണ്. വിവിധ തലമുറകൾ, ഒരു 5 തലമുറകളെയെങ്കിലും കഥകളിയിലേക്ക് അടുപ്പിച്ചതാണ് കോട്ടയത്തെ കളിയരങ്ങ്. കോട്ടയത്ത് കഥകളി ആസ്വാദകർ പറയും, കോട്ടയംകാരെ കഥയറിഞ്ഞാട്ടം കാണാൻ പഠിപ്പിച്ചത് ചന്ദ്രൻ ചേട്ടനാണെന്ന് പറയും. കഥയറിഞ്ഞാട്ടം കാണും എന്ന അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. ഈ കഴിഞ്ഞൊരു തലമുറ മുതൽ ഉള്ള ആൾക്കാരെ കഥകളിയിലേക്ക് അടുപ്പിക്കാനായിട്ടുള്ള ഒരു കാരണം. അതുകൊണ്ട് തന്നെ 2 വർഷം മുമ്പത്തെ MKK നായർ അവാർഡ് ചന്ദ്രചേട്ടനായിരുന്നു. 2 വർഷം മുമ്പ്. അതെ, അറിയാം. കോട്ടയത്തെ കഥകളി ആസ്വാദകരുടെ എണ്ണം കൂടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ ഈ തോന്നൽ ശരിയാണോ? വളരെ ശരിയാണ്.
വളരെ ശരിയാണ്. അത് നമുക്കൊരു സ്റ്റേബിളായിട്ടൊരു മെമ്പർഷിപ്പ് അതല്ലെങ്കിൽ കാണികൾ പണ്ട് തൊട്ടേ ഉണ്ട്. പണ്ട് കളിയിരങ്ങ് തുടക്കകാലത്ത് ചന്ദ്രചേട്ടനെ പറയാണ്ട് ഒരിക്കൽ ഹൗസ്ഫുൾ എന്ന ബോർഡ് വെച്ച് കഥകളി നടത്തേണ്ടി വന്നൊരവസരം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഇടക്കാലം കൊണ്ട് അത് കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ ചെയ്യുന്നത്, വരുന്ന മെമ്പേഴ്സ് എല്ലാം പുതിയ തലമുറ ആൾക്കാരാണ്. ചിലപ്പോൾ കഥകളി ആദ്യമായിട്ട് കാണുന്നവരാണ് ഒരു 50-60% മേലെ. അതുകൊണ്ട് തന്നെ കഥയും കഥാസന്ദർഭങ്ങളും അതിൻ്റെ ആട്ടങ്ങളും ഒക്കെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന ഒരു പദ്ധതി നമ്മൾ 2022 മുതൽ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് വന്ന മെമ്പേഴ്സ് ഒരിക്കലെങ്കിലും കഥകളി കാണാൻ വന്നാൽ തീർച്ചയായിട്ടും അവരെ മെമ്പർഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നതുണ്ട്. അങ്ങനെ അവരുടെ സുഹൃത്തുക്കളെയും അല്ലെങ്കിൽ കുട്ടികളെയും കൂട്ടിക്കൊണ്ട് വന്ന് ഇതിന് ഒരു വ്യൂവർഷിപ്പ് കൂട്ടാൻ വളരെ സഹായിച്ചിട്ടുണ്ട്. വളരെ അഭിമാനത്തോടെ പറയാം, ഇന്നിപ്പോൾ കോട്ടയത്തുള്ള ഏതൊരു കലാസംഘടനയെക്കാട്ടിലും കാണികളുടെ എണ്ണത്തിൽ കളിയിരങ്ങ് മുൻപിട്ട് നിൽക്കുകയാണ്. ഞാൻ നേരിട്ട് അനുഭവിച്ചതാണ്. കഴിഞ്ഞ മാസം ഞാൻ കോട്ടയത്തുണ്ടായിരുന്ന സമയത്ത് ഞാൻ രഞ്ജിനി സംഗീത സഭയുടെ ഈ അർച്ചന എൽ റാവു എന്ന് പറയുന്ന കർണാടകത്തിൽ നിന്ന്, മൈസൂരിൽ നിന്ന് വന്ന അതിമനോഹരമായി പാടുന്ന ഒരു പെൺകുട്ടിയുടെ, അർച്ചന എൽ റാവുവിന്റെ കച്ചേരിയായിരുന്നു. വളരെ നല്ല കച്ചേരിയായിരുന്നു. പക്ഷെ എനിക്ക് അതിൽ അവിടെ വന്നിരുന്ന അംഗങ്ങളുടെ എണ്ണം, അവിടെ പാട്ട് കേൾക്കാൻ വരുന്ന ആളുകളുടെ എണ്ണം വളരെ തുലവും കുറവാണെന്ന് എനിക്ക് തോന്നി. പക്ഷെ 2 ദിവസത്തിന് ശേഷമാണ് ഞാൻ കർണശബ്ദം കാണാൻ, കളിയരങ്ങിന്റെ കർണശബ്ദം കാണാൻ വേണ്ടി ഞാൻ വന്നത്. സ്ത്രീകൾ അവതരിപ്പിച്ച, കലാകാരികൾ അവതരിപ്പിച്ച കർണശബ്ദം കാണാൻ വേണ്ടി ഞാൻ വന്നത്. അത് സദസ്സ് മുഴുവൻ തിങ്ങി നിറഞ്ഞ സദസ്സായിട്ട് എനിക്ക് തോന്നുകയും ചെയ്തു. തീർച്ചയായിട്ടും അതിന്റെ ഈ സാങ്കേതികമായിട്ടുള്ള നവസാങ്കേതിക വിദ്യയെ സ്വാംശീകരിക്കുന്നതിന് കോട്ടയത്തെ കളിയരങ്ങ് കാണിക്കുന്ന ആ ഉദാരതയും അതിന് തയ്യാറാകുന്ന ആ മനസ്ഥിതിയും കഥകളി ആസ്വാദകരെ കൂടുതലായി കളിയരങ്ങിലേക്ക് അടുപ്പിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ച് ആ സ്ക്രീനിൽ അതാത് പദങ്ങളും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എഴുതി കാണിക്കുന്നതും ആസ്വാദകരെ വർദ്ധിപ്പിക്കുവാൻ കാരണമായിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. എല്ലാ മാസവും കഥകളി ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ കഥകളി സാമ്പത്തിക നിലയെ കുറിച്ച് അറിയാനാണ്. ഈ എങ്ങനെയാണ് ഇത് ഒരു കഥകളി അവതരിപ്പിക്കുവാൻ, ശരാശരിയാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ദുര്യോധന വധത്തിന് കൂടുതൽ ചെലവ് വരുമായിരിക്കും, സീതാസ്വയംവരത്തിന് കുറവ് ചെലവ് വരുമായിരിക്കും. പക്ഷെ എങ്കിലും ശരാശരി ഒരു കഥകളി ഒരു മാസം കളിയരങ്ങിൽ സംഘടിപ്പിക്കാൻ ഉണ്ടാകുന്ന ചെലവ് എത്രയാണ്? ക്ലബുകളില് കലാകാരന്മാര് ഒരു സൗജന്യ നിരക്കിലാണ് അവർ വരുന്നത്. കാരണം ക്ലബ്ബുകൾ അവരുടെയും കൂടെ നിലനിൽപ്പിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഉത്സവ കളികൾക്കോ മറ്റു കളികൾക്കോ പോകുന്ന റേറ്റ് അവരിവിടെ പറയാറില്ല, നമുക്ക് കൊടുക്കാൻ സാധിക്കാറുമില്ല. അങ്ങനെയാണെങ്കിൽ പോലും ഏറ്റവും ചെറിയൊരു കളി വെച്ചാൽ പോലും 50-55 രൂപയോളം കലാകാരന്മാർക്കുള്ള പ്രതിഫലം തന്നെയാകും. കളി യോഗം 55. അതുകൂടാതെ 25 രൂപ ഹാൾ റെന്റ്. അങ്ങനെ ഒരു 80 രൂപ ഏറ്റവും ചെറിയൊരു കളിക്കാകും. ഒരു 1-10, 1-20 ഒക്കെ ദുര്യോധനം പോലെ അല്ലെങ്കിൽ ഉത്തര സ്വയംവരം പോലെയുള്ള കളികൾക്ക് ഒരു ക്ലബിന് ചെലവാകുന്നുണ്ട്. ഇത് കളിയരങ്ങ് അല്ലെങ്കിൽ വരുന്ന മെമ്പേഴ്സിന്റെ സബ്സ്ക്രിപ്ഷൻ കൊണ്ട് മാത്രം ഒരിക്കലും ഒരു ക്ലബുകളും നിലനിന്ന് പോവില്ല. നമ്മൾ ഒരു വർഷത്തേക്ക് 1000 രൂപയാണ് മേടിക്കുന്നത്. ചുരുക്കം ഒരു മാസം ഒരു 80 രൂപ ഒരു മെമ്പറുടെ നിന്ന് കിട്ടും. 200 മെമ്പർ വന്നാൽ 16,000 രൂപ കിട്ടും. ഇവിടെയാണ് നമ്മൾ 1,00,000 രൂപ മുടക്കേണ്ടി വരുന്നത്. ഇത് പലപ്പോഴും സ്പോൺസർഷിപ്പ് വഴിയും അല്ലാതെയും ഒക്കെയുള്ള സംഭാവനകൾ കൊണ്ടും ഒക്കെയാണ് നടന്നു പോകുന്നത്. പല കലാകാരന്മാരും, ഞാനത് പേരെടുത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ, കളിയിറങ്ങി വന്നാൽ പൈസ മേടിക്കാതെ പോകുന്നുണ്ട്. അതൊരു മേനിയായിട്ട് ഞങ്ങൾ പറയുകയല്ല, പറയാനും പാടില്ല, അങ്ങനെ കലാകാരന്മാർ ചെയ്യാനും പാടില്ല എന്ന ഒന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷെ എന്നാൽ പോലും അങ്ങനെ ഒരു അർപ്പണ മനോഭാവം കാണിക്കുന്ന കലാകാരന്മാർ പോലും ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഇത് നടന്നു പോകുന്നത്. നമുക്ക് തന്നെ അവിടെ വണ്ടിക്കൂലിക്ക് പോലും തികയുന്നില്ല എന്നറിയാം പൈസ കൊടുക്കുമ്പോൾ. എന്നാൽ പോലും ഒരിക്കലും പോലും അവർ മുഖം കറുപ്പിച്ചിട്ടില്ല കളിയരങ്ങിൽ. ഇനി മറ്റൊന്ന് പറയാനുള്ളത്, ഈ വ്യൂവർഷിപ്പ് കൂടിയതിന്റെ മറ്റൊരു കാരണം ഞങ്ങൾക്ക് തോന്നുന്ന ഒന്ന്, കഥകളി ക്ലബ്ബുകൾ പലപ്പോഴും ഒരു കഥകളി അവതരണത്തിലേക്ക് മാത്രമായി ചുരുങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ് പണ്ട് തൊട്ടേ കണ്ടുവന്നിട്ടുള്ളത്. അതൊന്നൊരു ചെറിയ മാറ്റം ഞങ്ങളൊന്ന് വരുത്താൻ ശ്രമിച്ചു. ഒന്ന്, കഥകളി എന്നത് കഥകളി മാത്രമായിട്ട് പൊട്ടുവീണ ഒരു കലാരൂപമല്ല. പല കലകളിൽ നിന്നും പല അംശങ്ങളും സ്വാംശീകരിച്ചിട്ട് രൂപപ്പെട്ടു വന്നതാണ്. അതിൽ ചിത്രകലയുണ്ട്, സംഗീതമുണ്ട്, അങ്ങനെ പല സാഹിത്യമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ കഥകളിയോടൊപ്പം പല മാസങ്ങളിലും പലരുടെയും പ്രഭാഷണങ്ങൾ,
ചുരുക്കം നമ്മൾ ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെ കൊണ്ടൊരു പ്രഭാഷണം അത് വെച്ചപ്പോഴേ ചോദിച്ചു, അദ്ദേഹത്തിന് എന്താ കഥകളിയായിട്ട് ബന്ധം എന്ന് ചോദിച്ചു. ബന്ധമുണ്ടെന്നുള്ളത് എനിക്കറിയാം, കാരണം എടപ്പള്ളിയിലൊക്കെ സ്ഥിരമായിട്ട് കളി കാണുന്നത് ചുള്ളിക്കാടിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം അഭിനയം അനുഭവം എന്നൊരു വിഷയത്തെപ്പറ്റി ഒരു 1.5 മണിക്കൂർ നീണ്ടൊരു പ്രഭാഷണം നടത്തി. ഗംഭീര ഇതായിരുന്നു, പാർട്ടിസിപ്പേഷൻ ആയിരുന്നു. അപ്പൊ അത് കഥകളി കാണാൻ വരുന്ന പ്രേക്ഷകരല്ല അതിന് വന്നത്. അതിന് കോട്ടയത്തെ അല്ലാതെ ഗൗരവമായിട്ട് സാഹിത്യത്തിലും ഇതൊക്കെ ഇടപെടുന്ന ആൾക്കാർ വന്നു. ഇവര് കളിയരങ്ങനെ നോട്ട് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് കഥകളി നേരിട്ട് ബന്ധമില്ലാത്ത എന്നാൽ സാഹിത്യത്തിലും കലയിലും ഒക്കെ താല്പര്യമുള്ള ആൾക്കാർ കളിയരങ്ങിലെ ആ പ്രഭാഷണത്തിന് വന്നതോടുകൂടി കളിയരങ്ങിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊന്ന്. പിന്നെ അതേപോലെ തന്നെ നമ്പൂതിരിയുടെ ഒരു അനുസ്മരണം വെച്ചു. അപ്പോഴും പെട്ടെന്ന് ഒരു സാമ്പ്രദായിക കഥകളി ആസ്വാദകർക്കോ അല്ലെങ്കിൽ ക്ലബ്ബുകാർക്കോ തോന്നാം, ഈ നമ്പൂതിരിയുടെ അനുസ്മരണം എന്താ കഥകൾ കളിയരങ്ങ് പോലുള്ളൊരു സ്ഥലത്ത് വെക്കേണ്ട ആവശ്യമുണ്ടോ എന്ന്. അതിനും കാരണം സ്ഥിരമായി കഥകളി കാണാത്ത ആൾക്കാരിൽ നിന്ന് നല്ല പ്രതികരണമായി. അവര് കളിയരങ്ങിനെ നോട്ട് ചെയ്യാൻ തുടങ്ങി. അതേപോലെ മോപ്പസാങ്ങിന്റെ ഒരു കഥകളി തത്സമയ ചിത്രീകരണം, ഇതൊക്കെ മറ്റ് മേഖലകളിലുള്ളവർ എന്നാൽ കഥകളിയുമായിട്ട് ഇതിനൊക്കെ നേരിട്ട് തന്നെ ബന്ധമുണ്ട് എന്ന് അവർക്കും മനസ്സിലായി, കഥകളി പ്രേക്ഷകർക്കും മനസ്സിലായി. ഇങ്ങനെ അതേപോലെ തന്നെ 2 മാസം മുമ്പ് അന്ന് ഗോപാലകൃഷ്ണൻ പങ്കെടുത്തിരുന്നു. കഥകളിയുടെ സ്വാധീനം മലയാള കവിതയിൽ എന്നൊരു വിഷയം ഞങ്ങൾ ഒരു 2-2.5 മണിക്കൂർ PP രാമേന്ദ്രനാണ് അത് ഉദ്ഘാടനം ചെയ്തത്. വളരെ ഭംഗിയായിട്ട് അപ്പോൾ ഈ നമ്മളുടെ കവിതകളിൽ കഥകളിയുടെ സ്വാധീനം വി കുഞ്ഞിരാമൻ നായർ മുതലല്ല, അതിനു മുമ്പും ഉണ്ട്, എങ്കിലും കളിയച്ഛൻ മുതലുള്ള ആ ഒരു പാരമ്പര്യം ഇത് കോട്ടയത്തെ അല്ലെങ്കിൽ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള സാഹിത്യ പ്രേമികളെയും മറ്റ് ക്ലബ്ബുകാരെയും ചോദിക്കാൻ തുടങ്ങി. ഇത് ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ. എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു വൈവിധ്യം ഇതിനിടയ്ക്ക് വരുത്തിയത് പ്രേക്ഷകരിലെ അല്ലെങ്കിൽ ആസ്വാദകരിലെ എണ്ണം വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. പിന്നെ അവർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പറയും, കളിയരങ്ങിലേക്ക് ഒരിക്കൽ വന്നാൽ പിന്നെ അവരെ കളിഭ്രാന്തരാക്കുന്ന ചുമതല ഞങ്ങൾ ഏറ്റുവന്നു. അതിന്റെ ഒരു ഭാഗമാണ് ഞങ്ങൾ ഈ സ്ക്രീനിൽ വെച്ച് ഇത് കാണിക്കുന്നത്. അങ്ങനെ പല ഘടകങ്ങളുണ്ട് ഈ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ വ്യൂവേഴ്സ് കൂടാൻ എന്ന് തോന്നുന്നു. കേരളത്തിലെ കഥകളി ക്ലബ്ബുകൾ ഇത്തരം സംഘാടകരുടെ എല്ലാ സംഘാടകരോടുമായിട്ട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഞാൻ MD സുരേഷ് ബാബുവിനോട് ഇപ്പൊ ചോദിക്കുകയാണ്. കഥകളി കാണാൻ സമയം കിട്ടാറുണ്ടോ? സമയം കിട്ടാറുണ്ടോ? കഥകളി കാണാൻ പ്രത്യേകിച്ച് സംഘാടകനായി കഴിഞ്ഞതിന് ശേഷം, കളിയരങ്ങിന്റെ സെക്രട്ടറി ആയതിനു ശേഷം ഇല്ല, കഥകളി കാണാൻ സമയം? കളിയരങ്ങിലെ കളി കാണാറേ ഇല്ല എന്ന് പറയാം. അപ്പോ ഞാനൊക്കെ ഇപ്പൊ കളി കാണുന്നത് മറ്റ് ക്ലബ്ബുകളിലും ഉത്സവപ്പറമ്പുകളിലുമാണ്. പ്രത്യേകിച്ച് കളി കണ്ടു കഴിഞ്ഞ് ഈ കലാകാരന്മാർ വരുമ്പോൾ ഞാൻ അവരോട് ആദ്യമേ പറയും, ഞാൻ അഭിപ്രായം ഒന്നും പറയുന്നില്ല, പറഞ്ഞാൽ അത് ഒരു കാപട്യമാണ്, നന്നെന്നോ ചീത്തയെന്നോ പറയും. കാരണം ഞാൻ കളി കണ്ടില്ല, കളി കാണാൻ പറ്റില്ല, ഇരുന്ന് കാണാനേ പറ്റില്ല. അത് സംഘാടകർക്കുള്ളൊരു ദൗർബല്യമാണ്. അല്ലെങ്കിൽ മറ്റൊരു നാടകം നടത്തുന്ന പോലെയല്ല. ഇതിന്റെ ഏത് സമയത്തും ഇതിന്റെ അറ്റൻഷൻ വേണം. പ്രത്യേകിച്ച് അണിയറയിലും അരങ്ങത്തും ഒക്കെ എന്തൊക്കെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പോരാഴികയുണ്ടോ, വിളക്കിൽ വെണ്ണ ഒഴിക്കേണ്ടത് മുതൽ അല്ലെങ്കിൽ അണിയറയിൽ നിന്ന് അടുത്തൊരു കലാകാരൻ അരങ്ങത്തേക്ക് പോകേണ്ടത് സമയത്ത് എന്തെങ്കിലും അവിടെ അസൗകര്യമുണ്ടോ, ഇതൊക്കെ നോക്കേണ്ട ചുമതല ഒരു സംഘാടകൻ എന്നുള്ള നിലയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ കളി കാണുക എന്നത് പ്രത്യേകിച്ച് ഇതിന്റെ ഭാരവാഹിത്വം ഏറ്റെടുത്തതിന് ശേഷം നടന്നിട്ടേ ഇല്ല. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ പണ്ടൊക്കെ ഉത്സവ കളികൾക്ക് ഈ ഇടകാലത്തോട് നിർത്തി വെച്ചിരുന്നു. ഇപ്പൊ പതിവായിട്ട് ഉത്സവ കളികൾക്ക് മെനക്കെട്ട് തന്നെ പോകാൻ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴേ കളി കാണാൻ പറ്റാറുള്ളൂ. എനിക്ക് ഈ കഥകളി ഒരു ഭ്രാന്ത് പോലെ കൊണ്ടു നടക്കുന്ന നിങ്ങളെ പോലെയുള്ളവർക്ക് നിങ്ങൾ സംഘടിപ്പിക്കുന്ന കളിയോഗങ്ങളിലെ കഥകളി കാണാൻ കഴിയാത്തതിന്റെ ദുഃഖത്തിന്റെ വ്യാപ്തി എനിക്ക് ശരിക്കും മനസ്സിലാകും. ഞാൻ കളിയരങ്ങിന്റെ സമയം കിട്ടുമ്പോൾ കോട്ടയത്ത് വരുമ്പോൾ കളിയരങ്ങ് കാണാൻ വരുമ്പോൾ എനിക്കറിയാം സുരേഷ് ബാബു അവിടെ ഇരുന്ന് കഥകളി കാണുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടി ഉള്ള ഒരു ത്യാഗം അതിൻ്റെ അകത്തുണ്ട് എന്നുള്ളത് കൊണ്ട് അതിനുള്ള പ്രത്യേക കൃതജ്ഞതയും നന്ദിയൊക്കെ ഞാൻ ഈ സമയത്ത് എല്ലാ കളിയരങ്ങിന്റെ പ്രേക്ഷകർക്കും വേണ്ടി സുരേഷ് ബാബുവിന്റെ പോലെയുള്ള ടീം അംഗങ്ങൾക്കും വേണ്ടി ഞാൻ പറയുകയാണ്. ഉത്സവ പറമ്പുകളിലെ കഥകളിയും ക്ഷേത്രോത്സവങ്ങളിലെ കഥകളിയും കഥകളി ക്ലബ്ബുകളിലെ കഥകളിയും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഒന്ന്, കൂടുതൽ ക്രമീകരണത്തോടുകൂടി ശബ്ദവിന്യാസമാണെങ്കിലും സ്റ്റേജിന്റെ പ്രത്യേകതകളാണെങ്കിലും സദസ്സിലെ ആളുകളുടെ എണ്ണത്തിന്റെ കുറവ് കൊണ്ടാണെങ്കിലും ഒക്കെ കൂടുതൽ സമഗ്രതയൊക്കെ കഥകളി ക്ലബിലെ പെർഫോമൻസ് നടത്തും ഈ ക്ഷേത്ര പറമ്പുകളിലെ അപേക്ഷിച്ച്.
ആ, പക്ഷേ ക്വാളിറ്റേറ്റീവ്ലി ഈ രണ്ട് കളികളിലും തമ്മിൽ കളി അനുഭവത്തിൽ വ്യത്യാസം അനുഭവപ്പെട്ടിട്ടുണ്ടോ? അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ക്ലബ്ബുകളിൽ 3.5 അല്ലെങ്കിൽ 4 മണിക്കൂർ കൊണ്ട് പരിപാടി നിർത്തേണ്ട ചില ഇതുണ്ട്. അതുകൊണ്ട് തന്നെ കഥകളിയുടെ എല്ലാ ചടങ്ങുകളും, പുറപ്പാട്, മേളപ്പദം, അല്ലെങ്കിൽ തോടയം മുതലുള്ള പരിപാടികൾ ക്ലബ്ബുകളിൽ സാധിക്കാറില്ല. ഒരു കഥയാണെങ്കിൽ തന്നെയും കഥകളിൻ്റെ ഇപ്പോൾ ഒരു കീചകോധം നടത്തിയാൽ ഒരു മല്ലയുദ്ധം നടത്താൻ കളിയരങ്ങ് അല്ലെങ്കിൽ ഒരു കഥകളി ക്ലബിന് ഒരു പരിമിതികളുണ്ട്, സമയം കൂടുതലെടുക്കും. അപ്പം ഇങ്ങനെ വരുന്ന ഭാഗങ്ങളൊക്കെ ഉത്സവ പറമ്പുകളിൽ സാധിക്കും, പുറപ്പാടും മേളപ്പതും ഒക്കെ സാധിക്കും. ഇപ്പം ക്ലബ്ബുകളിലൊന്നും പുറപ്പാട് നടക്കാറേ ഇല്ല. കഴിഞ്ഞ മാസമാണ് ഞങ്ങൾക്കൊരു പുറപ്പാട് നടത്താൻ തന്നെ സാധിച്ചത്, ഒരു ഫുൾ ഡേ പരിപാടി ആയതുകൊണ്ട് മാത്രം. പക്ഷേ ഇപ്പോഴിപ്പോൾ വന്ന് ഉത്സവ പറമ്പുകളും അങ്ങനെ ആയി കഴിഞ്ഞു. ഒന്ന്, രാത്രി 10:30 മണിക്ക് ശേഷം മൈക്ക് സാങ്ഷൻ കിട്ടുന്നില്ല എന്നൊരു ഇത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 7 മണിക്ക് വിളക്ക് വെച്ചാൽ 10:30-11 മണിയൊക്കെ ആകുമ്പോൾ തീർക്കേണ്ട ഒരു ഇത്. പിന്നെ കാണാൻ വരുന്ന പ്രേക്ഷകർക്കും പെട്ടെന്ന് കളി കണ്ടിട്ട് പോകണം, ഇതിൻ്റെ എല്ലാ ജനങ്ങൾക്കും നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കഥകളി. പക്ഷേ ഈ അരങ്ങനുഭവം അത്ര മോശമായിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം കലാകാരന്മാർ കളി, അവരുടെ രംഗങ്ങൾ മോശമാക്കാൻ ഒരിക്കലും ശ്രമിക്കാറില്ല. അവർ ഒന്നിനൊന്ന് മെച്ചപ്പെടുത്താനേ ശ്രമിക്കാറുള്ളൂ. പിന്നെ ചില രംഗങ്ങൾ ഒഴിവാക്കേണ്ടി വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞ പോലെ മല്ലയുദ്ധം പോലെ, അല്ലെങ്കിൽ അതുപോലെ അങ്ങനെയൊക്കെയുള്ള രംഗങ്ങൾ ഉത്സവ പറമ്പുകളിലാകുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ 6-7 മണിക്കൂർ ഒരുമിച്ചിരുന്ന് കളി കാണുന്നവർക്കും ഒരു റിലാക്സേഷൻ വേണ്ടി ഒന്ന് എഴുന്നേറ്റ് പോകാൻ കഥകളി ആസ്വാദകർക്കും സാധിക്കും. ഇവിടെ അതിൻ്റെ ആവശ്യം വരുന്നില്ല, സാധിക്കുന്നുമില്ല. അപ്പം അങ്ങനെയുള്ളൊരു ഇതല്ലാതെ അതിൻ്റെ ക്വാളിറ്റി വൈസ് ഒരു മോശം അല്ലെങ്കിൽ ക്ലബ്ബുകളിലും അല്ല ഒരു ഉത്സവ പറമ്പുകളിലും വന്നു എന്നില്ല. പക്ഷേ ഉത്സവ പറമ്പുകളിലെ കാണികളെ സംബന്ധിച്ച് അവർ കഥകളി മാത്രം കാണാൻ വരുന്നവരല്ല, അവർ ഉത്സവം കൂടാൻ വരുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഫ്ലോട്ടിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ രംഗങ്ങളും അവർ ഒറ്റ ഇരിപ്പിൽ കണ്ടോളണമെന്നുമില്ല. ഇരിക്കേണ്ടവർക്ക് ഇരിക്കാം, അല്ലാത്തവർക്ക് എഴുന്നേറ്റ് പോകാം. അങ്ങനെ ഒരു ആസ്വാദകരുടെ ഇടയിൽ വേണമെങ്കിൽ ആ ഒരു ക്വാളിറ്റി വൈസ് ഒരു ഇത് ഉണ്ടാവാം എന്നല്ലാതെ അരങ്ങിൽ അത് അനുഭവപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ ഒരു ചോദ്യം ചോദിക്കാനുള്ള ഒരു കാരണം, ഞാൻ ഒരു മാസം മുമ്പ് തിരുവനന്തപുരത്ത് അടൂർ ഗോപാലകൃഷ്ണനെ കാണാൻ പോയിരുന്നു, അദ്ദേഹത്തിന്റെ വീട്ടിൽ. അപ്പൊ അദ്ദേഹമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, ഒരു പുരോഗതി, ഒരു കലാരൂപത്തിനൊരു പുരോഗതി കേരളത്തിൽ ഉണ്ടായതായിട്ട് അനുഭവമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള അർത്ഥത്തിൽ പുരോഗമിച്ച ഒരു കഥകളി രൂപം, ഒരു കലാരൂപം കേരളത്തിന്റെ കഥകളിയാണ്. കേരളത്തിന്റെ കഥകളി ആദ്യകാലങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതിന്റെ വേഷഭംഗി ആയിക്കോട്ടെ, അതിൻ്റെ ശബ്ദത്തിന്റെ വിനിയോഗമായിക്കോട്ടെ, ശബ്ദം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നതായിക്കോട്ടെ, പല കാരണങ്ങളാലും വേദി ഉപയോഗിക്കുന്ന രീതിയിലായിക്കോട്ടെ, കഥകളി മുന്നോട്ട് പോവുകയും പാട്ടുകൾ കേട്ടാൽ ഇപ്പോൾ ആളുകൾക്ക് മനസ്സിലാകും പണ്ടങ്ങനെ അല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കഥകളി മുന്നോട്ട് വന്ന ഒരു കലാരൂപമാണ്. ഒരു കാര്യത്തിൽ മാത്രം അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇപ്പോഴും കേരളത്തിലെ കഥകളി സ്റ്റേജിൽ ലൈറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ പഠിച്ചിട്ടില്ല എന്നൊരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. അതിനെക്കുറിച്ച് ഒരു പ്രതികരണം. അത് 100% ശരിയാണ്. അദ്ദേഹം പറഞ്ഞത്, അന്ന് ആദ്യ ഭാഗം പറഞ്ഞത് കഥകളി വളരെയേറെ പുരോഗമിച്ചിട്ടുണ്ടെന്നുള്ളത് തന്നെ. അത് വേഷത്തിന്റെ കാര്യത്തിലാണെങ്കിലും പാട്ടിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഇതിൽ അതിന് ഒന്നുകൂടെ കൂട്ടിച്ചേർക്കാനുള്ളത്, സ്റ്റേജ് ക്രമീകരണത്തിന്റെ കാര്യത്തിലും ഒട്ടും തന്നെ പുരോഗമനം ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഉത്സവ പറമ്പുകളിൽ ഇപ്പോഴും സ്റ്റേജിന്റെ പുറകിൽ ഫ്ലെക്സും അതും ഇതും എല്ലാം വെച്ച്, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കോട്ടയത്ത് ഉൾപ്പെടെയുള്ള ഇപ്പൊ ഒരു LED സ്ക്രീൻ കൂടെ വെക്കുന്ന ഒരു രീതി വന്നിട്ടുണ്ട്. അപ്പൊ ഈ പരസ്യം മുഴുവൻ ഇതിന്റെ പുറകില് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അതൊന്ന്. പിന്നെ സ്റ്റേജിൽ വളരെ ഏറ്റവും മിനിമം ക്രമീകരണങ്ങളാണ് കഥകളി പോലുള്ള കലാരൂപങ്ങൾ ആവശ്യപ്പെടുന്നത്. അതുപോലും വേണ്ട വിധത്തിൽ ചെയ്തു കൊടുക്കാൻ സാധിക്കാത്തതല്ല, അതിന് മെനക്കെടാത്ത സംഘാടകർ അല്ലെങ്കിൽ ഉണ്ടാവുന്നതിനകത്ത്. കാരണം ഒരു നടൻ വന്നാൽ അപ്പൊ ഒരു ഫാൻ എടുത്തുകൊണ്ട് വരിക, ഇതൊക്കെ നേരത്തെ ഫിക്സ് ചെയ്ത് വെക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂടെ, അതിന്റെ ഒരു അഭംഗി. പിന്നെ ലൈറ്റിന്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ്. ഇത് മുഴുവൻ എന്താ പറയുന്ന ലൈറ്റ് ഓപ്പറേറ്റർമാരുണ്ടല്ലോ, അവരുടെ ലൈറ്റ് ആൻഡ് സൗണ്ട്, അതിൽ യാതൊരു ടെക്നിക്കൽ ഇതും ഇല്ലാത്ത, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്ക് ലൈറ്റ് അടിക്കുന്ന മൈക്കും വെച്ച് കൊടുക്കുന്ന ആൾക്കാരാണ് ഒരു കഥകളി പോലെയുള്ള ഇത്ര ശ്രേഷ്ഠമായ ഒരു കലയ്ക്ക് ഉള്ള ലൈറ്റ് ആൻഡ് സൗണ്ട് സംവിധാനം അവരാണ് നിർവഹിക്കുന്നത്. അവർ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് 2 ലൈറ്റ് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് വെച്ച് അതിന്റെ മുമ്പിൽ നിന്ന് കളിച്ചോളണം.
അല്ലെങ്കിൽ മൈക്കിന്റെ കാര്യത്തിലും അത്ര തന്നെ. ഇപ്പോഴിപ്പോ ചില പാട്ടുകാരെങ്കിലും വരുന്നതിന് മുമ്പ് ആ മൈക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത്, അത് കലാകാരന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട ഒരു ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരിതിന് മുമ്പ് വന്നൊന്ന് ടെസ്റ്റ് ചെയ്താൽ കുറെ ഒരു മാറ്റം വരാം. അതില്ല, അവരും പാടാമെന്ന് നിന്ന് ആക്കുമ്പോഴാണ് അവർ കൈ കലാശം കാണിച്ച് മൈക്കുകാരുടെ വഴക്കുണ്ടാക്കുന്നത്. അതിനു മുമ്പ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം അവർക്ക്. പ്രത്യേകിച്ച് ഗോപിയാശാനെ പോലുള്ളവരുടെ ലൈറ്റിന്റെ കാര്യത്തിൽ ആശാൻ അരങ്ങത്ത് വരുന്നതിന് മുമ്പ് ഇതിന്റെ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് തന്നെ ആ ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കാറുണ്ട് പലപ്പോഴും. അത് എനിക്ക് വലിയ അത്ഭുതം തോന്നി. കാരണം അദ്ദേഹത്തെ പോലെ ഇത്രയും പ്രായമുള്ളൊരു നടന് പോലും ആ ലൈറ്റിന്റെ ക്രമീകരണത്തിൽ അദ്ദേഹം വളരെ ശ്രദ്ധാലുവാണ്. മുഖത്തേക്ക് അടിക്കുന്ന കാര്യത്തിലും. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ ആധുനിക നാടകവേദിയിലൊക്കെ പ്രവർത്തിക്കുന്നവര്, അവര് ഈ പ്രകാശത്തിന്റെ ഉപയോഗം വളരെ കൃത്യമായിട്ട് ചെയ്യുന്നവരാണല്ലോ. അപ്പൊ അവരുമൊക്കെ ആയിട്ട് സഹകരിച്ചിട്ട് കളിയരങ്ങിനൊന്നും ഒന്നാമത് നമ്മൾ കഥകളി നടത്തുന്നത് ഉച്ച കഴിഞ്ഞും 3 മണിക്ക് 5 മണിക്കൊക്കെ ആകുമ്പോൾ ഒരുപക്ഷെ ഈ ലൈറ്റിന്റെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല, തുറന്ന ഹോളുകളിലൊക്കെ നടത്തുമ്പോൾ. അതിന് 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളുടെ വിഭവങ്ങൾ വളരെ പരിമിതമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോ ഒരു ടെക്നീഷ്യനെ അതിനുവേണ്ടി എടുക്കുക എന്ന് പറയുമ്പോൾ ഭാരിച്ചൊരു ചെലവാണ്. അതായത് പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പൊ ഡാൻസ് പോലുള്ളൊരു വളരെ ഇതാണെങ്കിൽ പോലും അവർക്കൊക്കെ ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് ടെക്നീഷ്യൻസ് വരുന്നുണ്ട്. അവർ നല്ല ചാർജാണ് മേടിക്കുന്നത്. കുറഞ്ഞത് 40-50 ഏറ്റവും മിനിമം അവർക്ക് കൊടുക്കണം. അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ കാറൽ മണ്ണ, കുഞ്ചനാട് ട്രസ്റ്റ് പോലെയുള്ള സംഘടനകളിൽ അവർക്ക് സ്വന്തം ഓഡിറ്റോറിയം ഉണ്ട്. അപ്പോ അവർ പെർമനന്റ് ആയിട്ട് ആ ലൈറ്റിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് അങ്ങനെയുള്ള ക്ലബ്ബുകാർക്ക് അത് സാധിക്കും, സ്വന്തമായിട്ട് ഓഡിറ്റോറിയം ഇതൊക്കെ ഉണ്ടെങ്കിൽ. അല്ലാതെ ഓരോ പ്രാവശ്യവും ഇവരെ വിളിച്ച് ചെയ്യുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. പിന്നെ ഇതിന് ഈ ഒരു സെൻസ് ഉള്ള ടെക്നീഷ്യന്മാരായിരിക്കുകയും വേണം. ഇത് നമ്മള് ഈ അരങ്ങില് അല്ലെ ഇരുട്ട് വരുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ അഭിനയം കൊണ്ട് ഈ ഇരുട്ട് തപ്പിത്തടഞ്ഞു വരുമ്പോഴാണ് ഇരുട്ട് നമുക്ക് ബോധ്യപ്പെടുന്നത്. അവിടെ ഒരു ഇരുട്ട് കൃത്രിമമായി സൃഷ്ടിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അതേപോലെ അത് ചിലപ്പോൾ ഒരു ടെക്നീഷ്യനോട് പറഞ്ഞാൽ ചിലപ്പോൾ ടെക്നീഷ്യൻ അവിടെ ഇരുട്ടാക്കിയെന്നിരിക്കും. അത് നമുക്ക് അരോചകമായിട്ട് തോന്നാം. അതേപോലെ ഒരു ഉദ്യാനം കാണിക്കുമ്പോൾ പെട്ടെന്നൊരു വെളിച്ചമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വരുത്തണ്ട, അത് നടന്മാരുടെ ധർമ്മമാണ്. പക്ഷേ ലൈറ്റിന്റെ കലാകാരന്മാരും ഈ ടെക്നീഷ്യൻസ്മാരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത്, അടൂരിനെ പോലുള്ളവർ പ്രത്യേകിച്ചും അങ്ങനെയുള്ളവരുടെ സേവനം കൂടെ ഇതിനകത്ത് ഉപയോഗപ്പെടുത്തി ഇതിനൊരു ക്രമീകരണം ഉണ്ടാക്കിയെടുത്താൽ അത് വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സുരേഷ് ബാബു പരാമർശിച്ചു പോയിരുന്നു, കഥകളി മാത്രമല്ല ഇപ്പോൾ കളിയരങ്ങ് ചെയ്യുന്നത്. എനിക്കറിയാം, പഠനക്കളരികൾ നടത്താറുണ്ട്, കൂടിയാട്ടവുമായിട്ട് ബന്ധപ്പെട്ട നങ്ങ്യാർ കൂത്ത് പോലെ, അല്ലെങ്കിൽ മറ്റ് കലാരൂപങ്ങൾ, കേരള കലാരൂപങ്ങളുമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ, അത്തരം ആളുകളുടെ വന്ന് ക്ലാസ്സുകൾ എടുക്കുന്നു, ഇങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ ഞാൻ ഇന്ന് പത്രവാർത്ത കണ്ടത്, നവംബർ 21 ആർപ്പൂക്കര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കഥകളിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിപ്പോൾ വായിച്ചു, അതിന്റെ സംഘാടനം കോട്ടയത്തെ കളിയരങ്ങാണെന്ന്. അതിന്റെ വാക്ക്, ആർപ്പൂക്കര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കഥകളി സംഘടിപ്പിക്കുന്നത് കോട്ടയം കളിയരങ്ങാണെന്ന് പറഞ്ഞു. അതെന്താണ് അതിന്റെ രീതി? അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടൊക്കെ ഈ ഉത്സവങ്ങൾക്ക് ഉത്സവ ക്ലബ്ബ് അവിടുത്തെ സംഘാടകര് തന്നെയാണ് കളി വിളിച്ച് നടത്തിക്കൊണ്ടിരുന്നത്. ഈ കഥകളിയെ സംബന്ധിച്ച് 2 വിധത്തിലാണ് കഥകളി സംഘടിപ്പിക്കുക. ഒന്ന് വിളിച്ചുകൂട്ടി കളി എന്ന് പറയും, ഓരോ കലാകാരന്മാരെ ചേരുന്നവരെ വിളിക്കുക. അതല്ലെങ്കിൽ ട്രൂപ്പ് കളി. ഇപ്പൊ കലാമണ്ഡലം, കോട്ടക്കൽ പോലുള്ള ട്രൂപ്പുകളെ വിളിച്ചാൽ സംഘാടകർക്ക് ഒരു തലവേദനയില്ല. അവർക്കുള്ള അഡ്വാൻസ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ട്രൂപ്പായിട്ട് വരും, കളിച്ചിട്ട് പോകും. അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന കലാകാരന്മാർ ആ ട്രൂപ്പിൽ ഉണ്ടായിരിക്കണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈ കലാകാരന്മാരെ സംഘടിപ്പിച്ചെടുക്കുക എന്നത് ഒരു ഭാരിച്ച ഒരു ഉത്തരവാദിത്വമാണ്. ഇപ്പൊ തെക്കുന്നും വടക്കുന്നും പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഇതിന് ചേരുന്ന കലാകാരന്മാരെ സംഘടിപ്പിച്ച് അവരെ ഇതിന് ഒരു കഥയോ കളിയോ സംഘടിപ്പിക്കുക എന്നത്, അത് പണ്ട് തൊട്ടേ കളിയരങ്ങ് ചെയ്തു വരുന്നതാണ്. തിരുനക്കര ഉത്സവത്തിനാണെങ്കിലും കളിയരങ്ങായിരുന്നു എത്രയോ വർഷങ്ങളായിട്ടുള്ള സംഘാടകർ. അതേപോലെ ഉത്സവ ക്ലബ്ബുകൾ നമ്മളെ ഇപ്പൊ ഏൽപ്പിക്കുമ്പോൾ അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നമ്മൾ പലപ്പോഴും സന്നദ്ധരാകാറില്ല. കാരണം അതിന്റെ ഒരു ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട്. പക്ഷേ ചില ഉത്സവ കമ്മിറ്റിക്കാരെ നിർബന്ധമായിട്ടും അത് ചില വ്യക്തിബന്ധങ്ങളുടെ പേരിലും അവര് നമ്മളെ തന്നെ വന്ന് എങ്ങനെയെങ്കിലും ചെയ്തു തരണം എന്നൊരു ഇതിൽ വരുന്നതാണ് ഇപ്പൊ ആർപ്പൂക്കര. അതേപോലെ ഈ മാസം തന്നെ
നെത്തല്ലൂരുണ്ട്, കറുകച്ചാലില്. ഇതൊക്കെ കളിയരങ്ങ് ഏറ്റെടുത്ത് നടത്തുകയാണ്. ഏറ്റെടുത്ത് നടത്തുമ്പോൾ നമ്മൾ പക്ഷെ വളരെ സന്തോഷത്തോടു കൂടിയാണ് തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഞങ്ങളുടെ ഈ കളിയരങ്ങിൽ തന്നെ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ടീമുണ്ട് ഞങ്ങൾ. അല്ലാതെ ഒരാളെ കൊണ്ട് സാധിക്കുന്നതല്ല. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് ഒരു ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഈ കളി സ്ഥലത്ത് എത്തണം. ഈ പാർപ്പുക്കരയാണെങ്കിലും കളി തുടങ്ങുന്നത് രാത്രി 7 മണിക്കാണ്. കളിയോക്കാര് ഉച്ചയ്ക്ക് 2 മണിക്ക് വരും. ഒരു 1:30 മണിക്ക് തൊട്ടേ ഞങ്ങൾ അവിടെ പോയി നിൽക്കും. അപ്പൊ ഇവർക്ക് വന്ന് ഇവരത് അഴിച്ച് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് സന്തോഷത്തോടു കൂടി തന്നെയാണ് ഏറ്റെടുക്കുന്നത്. അതാണ് ആ സംഘാടനം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അല്ലാതെ അത് തെറ്റിദ്ധരിക്കും. കാരണം ഇത് സംവിധാനമല്ല. ഈ പണ്ട് കഥകളിക്ക് സംവിധാനം ഒരിക്കലും, പണ്ട് പറയും പാട്ടുകാരൻ അല്ലെങ്കിൽ പൊന്നാനിയുടെ ചേങ്കില ഇതിലാണ് അവരാണ് നിയന്ത്രിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു അരങ്ങ് നിയന്ത്രണം ഒരിക്കലും ഇത് കളിയിരങ്ങ് ഏറ്റെടുക്കില്ല. അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ സംഘടിപ്പിച്ച് വെക്കുക എന്നുള്ളതല്ലാതെ അരങ്ങിൽ എന്തൊക്കെ എങ്ങനെ ഒരാടണമെന്നോ ഇതൊന്നും കളിയിറങ്ങിന്റെ ഭാരവാഹികളോ ആ കാര്യത്തിൽ ഇടപെടാറില്ല. അതാണ് സംഘാടനം എന്ന് പറഞ്ഞത്. ഇനി ഒരു 10 മിനിറ്റ് കൂടിയാണ് നമുക്ക് സംസാരിക്കാൻ. ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം അടുത്ത് പറഞ്ഞതിന്റെ ഒരു അനുബന്ധം, ഈ കഥകളി പോലെ തന്നെ അതിനേക്കാട്ടിലും എനിക്ക് തോന്നുന്നത് ഒരു അടുത്ത കാലത്തായിട്ട് വളരെയേറെ ശ്രദ്ധ ആകർഷിച്ച ഒന്ന് കൂടിയാട്ടമാണ്. ഇത്രത്തോളം ഈ അരങ്ങത്തേക്ക് ഈ ഒരു ഇത് വന്നിരിക്കുന്നത് കൂടിയാട്ടം പോലൊരു അത് വളരെ പെട്ടെന്നുണ്ടായൊരു മാറ്റമാണത്. എത്രയോ പുതിയ കഥകൾ. ഞാൻ മിനിഞ്ഞാന്ന് ഡൽഹിയിലെ മാർഗി മധുവിന്റെ കുമാരസംഭവത്തിന്റെ കാമദഹനം അതിമനോഹരമായിരുന്നു കൂടിയാട്ടം. ഞാൻ പോയിരുന്നു. ശരി, അതെ, ഇതൊക്കെ പുതിയ പുതിയ ചില ആട്ടങ്ങളാണ്. അതേപോലെ തന്നെ ഞാനിപ്പോ പെട്ടെന്നൊന്ന് പറയാൻ വന്നത്, ഞങ്ങൾ അടുത്ത മാസം ഇത് എം.വി. നാരായണ മാഷിന്റെ ഒരു പ്രഭാഷണം വെച്ചിട്ടുണ്ട്. സംസ്കൃത നാടകങ്ങളുടെ കേരള പരിസരം എന്നാണ് വിഷയം. അപ്പൊ അതില് കാവാലം സംസ്കൃത നാടകങ്ങൾ ഒത്തിരി ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കർണന്റെ ഒരു സോളോ പെർഫോമൻസ് ഗിരീശൻ അത് വെച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ. കാവാലത്തിന്റെ അവനവൻ കടമ്പയുടെ 50-ാം വാർഷികം കൂടെയാണ്. അപ്പോ എം.വി. നാരായണ മാഷ് പറഞ്ഞു, ഒരു നങ്ങ്യാർ കൂത്തുകള വെക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അതിന് കലാമണ്ഡലം രശ്മിയെ ഞാൻ ഇന്നലെ വിളിച്ചപ്പോ അവരേത് വേണം എന്ന് ചോദിച്ചു. നങ്ങ്യാർ കൂത്തേ പറ്റുള്ളൂ, കൂടിയാട്ടം പറ്റില്ല, പൂതനാമോഷമുണ്ട്, കംസവധമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും അല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞു അവര് അങ്കുലീയ അന്വേഷണം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ചെയ്തിട്ടുണ്ട്, അതൊന്ന് വെച്ചാൽ. അപ്പോ എം.വി. നാരായണ മാഷ് തന്നെ പറഞ്ഞു, എനിക്ക് അതിനെ ഈ കഥയെ പറ്റിയല്ല, നന്നാവോ ചീത്തയാവോ എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഇവർക്കൊക്കെ ഒരു അരങ്ങ് കൊടുക്കണം, അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത്. വളരെ പ്രധാനമാണ്. കാരണം ഇവരെ നല്ലത് കണ്ടിട്ട് ചെയ്യാന്നുള്ളതല്ല ഒരു ഇത്. അപ്പൊ ഇങ്ങനെ ഒരു വളരെ ചെറുപ്പമാണെന്നാണ്, ഞാൻ അവരെ നേരിട്ട് കണ്ടിട്ടില്ല. കലാമണ്ഡലത്തിലെ താൽക്കാലിക അധ്യാപികയാണ്. ഈ അങ്കുലീയ അന്വേഷണം എന്നൊരു ആട്ടം ഇവര് അതിനകത്ത് ചെയ്യുന്നു 1.5 മണിക്കൂർ കൊണ്ടെന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ അത് തന്നെ മതി എന്ന് പറയുകയുണ്ടായി. അത് ഡിസംബറിൽ 21. അപ്പൊ ഇങ്ങനെയുള്ള ഇത് ഇത്രത്തോളം ഇത് കഥകളിയിൽ കുറെ കാലങ്ങൾ എടുത്താണ് ഇത്രയും പുരോഗമനം ഉണ്ടായത്. കൂടിയാട്ടത് അല്ലാതെ തോന്നിപ്പോകുന്നു. പ്രത്യേകിച്ച് കഥകളി ക്ലബ്ബുകൾ ഇപ്പോ ഈ കാറന്മണ്ണ കഥകളി ക്ലബ്ബ്, ചെങ്ങന്നൂർ ആസ്വാദന കളരി, ഇങ്ങനെയുള്ള പല ക്ലബ്ബുകളും കൂടിയാട്ടത്തിന് വളരെയേറെ പ്രാധാന്യം ഇപ്പൊ കൊടുക്കുന്നുണ്ട്. അത് വർഷത്തിൽ 1-2 എങ്കിലും കഥകളിക്കൊപ്പം ഇത് നടത്തിക്കൊണ്ട് പോകാൻ കളിയരങ്ങ് വളരെ. അതെ, കോട്ടയത്തെ കളിയരങ്ങിന്റെ സെക്രട്ടറിയോടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കളിയരങ്ങിൽ സുരേഷ് ബാബുവിനെ സഹായിക്കുന്ന കൂടെ നിൽക്കുന്ന ഏതെങ്കിലും സംഘാംഗങ്ങളുടെ പേരുകൾ എടുത്തു പറയാനോ പരാമർശിക്കാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറയാം. തീർച്ചയായിട്ടും. അത് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു ഹരിച്ചാക്യാരുണ്ട്. പ്രത്യേകിച്ച് യുവതലമുറയിലെ കഥകളിക്കാരുടെയൊക്കെ ഞാൻ പറയും, അവരുടെയൊക്കെ ജാതകം ഹരിച്ചാക്യാരുടെ കയ്യിലാണ്. കാരണം ഇതിനകത്ത് പലപ്പോഴും സീനിയോറിറ്റി വെച്ചും ഇതൊക്കെ എനിക്കൊക്കെ ആ ഒരു കാര്യത്തില് അത്രത്തോളം ഈ പഴയ ആൾക്കാരുടെ ഇതല്ലാതെ. അപ്പൊ പ്രത്യേകിച്ച് അതിന്റെ തുടക്കം അന്ന് രാവിലെ മുതൽ, അദ്ദേഹം ചെറുപ്പമാണ്, അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ള ബിസിനസ് ഉണ്ട്, പക്ഷേ ഫുൾ ടൈം അതിനോടൊപ്പം. അതേപോലെ ഞങ്ങളുടെ പ്രസിഡന്റ് ഒരു ചന്ദ്രമോഹൻ സാറ് പ്രായം കൊണ്ട് എന്നെക്കാളും വളരെ മൂത്തതാണ്. പക്ഷെ അങ്ങനെ ഒരു ടീം, പ്രത്യേകിച്ച് ഇവരുടെ 2 പേരുടെ കാര്യം എനിക്ക് എടുത്തു പറയണം, ഹരിച്ചാക്യാരുടെ കാര്യം. പലപ്പോഴും ഇത് ഞാൻ തന്നെ പളഞ്ചന്ദ്രനോട് പറഞ്ഞു, ഹരി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കില്ലായിരുന്നു. കാരണം അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം ഇതിന്റെ ഈ കലാകാരന്മാരെ കണ്ടെത്തുന്നതിലും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ വേണ്ട ഈ അഡ്വൈസ് തരുന്ന ഈ പുറത്തു നിന്നുള്ള ആൾക്കാർ പോലും ഉണ്ട്. കളിയരങ്ങിൽ നേരിട്ട് വന്നില്ലെങ്കിലും ഇതിന്റെ ഈ തൃശ്ശൂരുണ്ട്, ഒരു നിഷാ മേനോനുണ്ട്, നിഷാ ജപ്പശ്ശേരി എന്ന് പറഞ്ഞിട്ട് ഒരു സുദീപ് പിഷാരടി ഉണ്ട്. ഇവരൊക്കെ ഈ കളിയരങ്ങ് എന്ന് പറയുമ്പോൾ വലിയൊരു ആവശ്യത്തോടു കൂടിയാണ് നമുക്ക് വേണ്ട എന്തെങ്കിലും ഒരു പുതിയ അല്ലെങ്കിൽ ഒരു നടൻ വന്നില്ല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ
ഹരി ചാക്കയർ വഴി ഇവരെയൊക്കെ ബന്ധപ്പെട്ടിട്ട് ഇവരൊക്കെ വളരെയേറെ സഹായം ചെയ്യുന്നുണ്ട്. കളിയരങ്ങിലെ പഴയ മെമ്പേഴ്സും ഉണ്ട്. അതൊരു ടീം വർക്കായിട്ട് തന്നെയാണ് ഇപ്പൊ ഞാൻ പോകുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ ആ ചോദിച്ചത്. ഇനി ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലായിരുന്നല്ലോ സുരേഷ് ബാബു വർക്ക് ചെയ്തിരുന്നു അല്ലെ? ആ ബാങ്ക് ഉദ്യോഗസ്ഥനായിട്ട് വിരമിച്ചതിന് ശേഷം അതിനു മുൻപും കഥകളിയുടെ പിന്നാലെ ഉണ്ടായിരുന്നു. ഇതല്ലാതെ സുരേഷ് ബാബുവിന് ഒരു താല്പര്യം യാത്രികനാണെന്ന് എനിക്ക്. അതെ, അത് ബാങ്കിലുണ്ടായിരുന്ന കാലം മുതലുണ്ട്. അപ്പോ യാത്രികൻ ഞങ്ങൾ കൂടുതൽ KB പ്രസന്നകുമാർ അറിയാമല്ലോ. ഞങ്ങളൊരു പ്രത്യേകിച്ച് ഞാൻ കഥകളിയുടെ കാര്യത്തിലും ഉണ്ട് കേട്ടോ. ഈ ഞങ്ങളുടെ കളിയരങ്ങിന്റെ കാര്യത്തിൽ പ്രസന്നകുമാറിന്റെ ഒക്കെ ഒരു അഡ്വൈസ് വളരെ കാര്യങ്ങളിലുണ്ട്. അപ്പോ ഹിമാലയ യാത്രകളാണ് ഞങ്ങൾ ആദ്യകാലം മുതൽ നടത്തിക്കൊണ്ടിരുന്നത്. അതില് എടുത്തു പറയാമെന്ന് ചോദിച്ചുകൊണ്ട് 96 ഞാൻ കൈലാസത്തിലേക്ക് ഒരു യാത്ര നടത്തിയിട്ടുണ്ട്. അന്ന് നടന്നാണ് പോയത്. ആ സമയത്ത് അതിനു മുമ്പ് പോയ 2 മലയാളികൾ എൻ്റെ അറിവില് KV സുരേന്ദ്രനാഥും അതിനു മുമ്പ് വളരെ പണ്ട് തപോവന സ്വാമികളുമാണ്. ഇതിനിടയ്ക്ക് പോയിട്ടുള്ളവരെ പറ്റി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടാവണം. ഒരാളുടെ ഒരു കൈലാസയാത്ര ഉണ്ടായിരുന്നു അതിനു മുമ്പ്. ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. പേര് പെട്ടെന്ന് കൃഷ്ണ മറന്നുപോയി. അല്ല, അപ്പോൾ അന്ന് 96 എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി വഴി ഒരു മാസത്തെ യാത്രയായിരുന്നു. അങ്ങനെ ഒരു യാത്ര നടത്തിയിട്ടുണ്ട് 96. ഇപ്പോൾ അത് കഴിഞ്ഞിട്ടും ഇപ്പോഴും കഴിഞ്ഞ വർഷവും ഞങ്ങൾ നൈനിറ്റാൾ വഴി മുൻഷിയാരി എന്ന ഞാൻ പ്രസന്നകുമാരൊക്കെ ഒരുമിച്ചാണ് പോയത്. അങ്ങനെ പലപ്പോഴും യാത്രകൾ ഹിമാലയൻ ഭാഗങ്ങളിലേക്ക് നടത്താറുണ്ട്. നവംബർ 21 നളചരിതം 3-ാം ദിവസം വാഹകനായിട്ട് കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ വരുന്നതാണ് കോട്ടയത്തെ കളിയരങ്ങിന്റെ അടുത്ത കളി എന്നാണ് എന്റെ ധാരണ. അടുത്ത കളിയില്ല, ആർപ്പൂക്കര അമ്പലത്തിലെ കളിയാണ്. ആർപ്പൂക്കരയിലാണോ 3-ാം ദിവസം? അതെ. ഓ, അത് ശരി. കളിയരങ്ങിന്റെ അടുത്ത ഏതാണ്? കളിയരങ്ങിന്റെ അടുത്ത കളി നവംബർ 30 ഒരു സന്താന ഗോപാലം ആണ് കഥകളി. അന്ന് കലാമണ്ഡല വാസു പിഷാരടി അനുസ്മരണ കമ്മിറ്റിയായിട്ട് ചേർന്നിട്ട് രാവിലെ മുതൽ അന്ന് ഇതുപോലെ കേളിയുണ്ട്, പുറപ്പാട് ഉണ്ട്, ഒരു ചൊല്ലിയാട്ടമുണ്ട്. അങ്ങനെ ഒരു ഫുൾ ഡേ പരിപാടി അങ്ങനെ അപൂർവമായിട്ട് ചില മാസങ്ങളിൽ സംഘടിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. അത് സന്താന ഗോപാലമാണ് അടുത്ത്. അതിനടുത്തതാണ് ഞാൻ പറഞ്ഞ MV നാരായണൻ മാഷയുടെ പ്രഭാഷണവും നങ്ങ്യാർകൂത്തും. അതെന്നാണ്? അത് ഡിസംബർ 21 ഡിസംബർ 21 ഞായറാഴ്ച രാവിലെ ഇത്രയും സമയം ദില്ലി ദാലി പോഡ്കാസ്റ്റിന് വേണ്ടി തന്നതിന് ഐ ആം താങ്കിങ് യു. കളിയരങ്ങിന്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും ദില്ലി ദാലി പോഡ്കാസ്റ്റ് നൽകുന്നു. ഈ MKK നായർ അവാർഡ് നേടിയതിന് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. താങ്കൾക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാ ആശംസകളും തരുന്നു. താങ്ക് യു സുരേഷ് ബാബു. കളിയരങ്ങിന് വേണ്ടി ഇത്രത്തോളം സമയം ദില്ലി ദാലി പോലെ ഒരു പ്രക്ഷേപണ നിലയം കളിയരങ്ങിന് വേണ്ടി ചെലവാക്കിയതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. നന്ദി. താങ്ക് യു.